ഒരു കാട്ടിൽ സിംഗ് എന്ന പേരുള്ള ഒരു പാവം സിംഹമുണ്ടായിരുന്നു. സിംഗിന്റെ കൂടെ എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായിരുന്നു. ഒരു ദിവസത്തെ കാര്യം, മുഴുവൻ കാട്ടിലും ഭയാനകമായ വരൾച്ച വന്നു. മഴ പെയ്യുന്നത് നിന്നു. പക്ഷെ സിംഹത്തിന്റെ കാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വരൾച്ച കാരണം കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും പേടിയായിരുന്നു. അവരെല്ലാരും ഒത്തുചേർന്ന് സിംഹത്തിന്റെ അടുത്ത് വന്നു. എന്തു പറ്റി? എന്താ നിങ്ങളെല്ലാവരും വിഷമിച്ച് നിൽക്കുന്നേ? കാട്ടിലെ വരൾച്ചയാണ് മഹാരാജൻ ഞങ്ങളുടെ വിഷമത്തിന്റെ കാരണം. നമ്മുടെ കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും ഇതിനെക്കുറിച്ച് ഓർത്ത് നല്ല ഭയമുണ്ട്. ചിലപ്പോൾ നമ്മുടെ കാട് ഉണങ്ങി വരണ്ടു പോകും. നിങ്ങൾ വിഷമിക്കണ്ട. നമ്മുടെ കാട്ടിൽ എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഇവിടെ എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ മഴ ലഭിക്കും. പക്ഷേ നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് കാര്യമാണ് മഹാരാജൻ? അതായത് മറ്റു കാട്ടിലെ മൃഗങ്ങൾ ഇന്നു മുതൽ നമ്മുടെ അതിർത്തി കടന്ന് കയറാൻ പാടില്ല. അങ്ങെന്താ ഇങ്ങനെ പറയുന്ന മഹാരാജൻ? അങ്ങ് വളരെ ദയാലുവല്ലേ? അങ്ങ് സാധാരണ മറ്റു കാട്ടിൽ നിന്നുള്ള മൃഗങ്ങളെ ഒരിക്കലും ഇവിടേക്ക് വരുന്നത് തടയാറില്ലല്ലോ. അതൊക്കെ സത്യമാണ്. പക്ഷേ അടുത്തുള്ള കാട്ടിലെ മൃഗങ്ങളെ ഈ കാട്ടിലേക്ക് കയറ്റിയാൽ നമ്മുടെ കാട്ടിലുള്ളവർ എവിടേക്ക് പോകും? കേട്ടുകൊള്ളുക, ദുർബലരെയും വൃദ്ധരെയും മാത്രമേ ഈ കാട്ടിലേക്ക് കയറാൻ അനുവദിക്കാവൂ. മറ്റാരെയും കയറ്റരുത്. ഇത് ഇന്നു മുതൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സിംഹത്തിന്റെ കാര്യം കേട്ട് സൂമോ അവന്റെ ടീം ഉണ്ടാക്കി. അവന്റെ ടീമിൽ ഏറ്റവും വേഗത കൂടിയ ആൾക്കാരായ ഢോലു ഭോലുവിനെ കൂടെ ചേർത്തു. ഡോലു ബോലു, കളിച്ചു ചിരിച്ചു നടക്കാനുള്ള സമയമല്ല ഇനി. നിങ്ങൾ ഏതായാലും ഈ കാട്ടിൽ മൊത്തം കറങ്ങി നടക്കുന്നവരല്ലേ. നിങ്ങളുടെ ശ്രദ്ധ നമ്മുടെ കാടിന്റെ അതിർത്തിയിൽ വേണം. ഏതെങ്കിലും മൃഗങ്ങളോ പ്രാണികളോ നമ്മുടെ കാട്ടിലേക്ക് കയറുന്നത് കണ്ടാൽ എന്നെയോ മഹാരാജനെയോ അറിയിക്കണം. അങ്ങ് ഇനി വിഷമിക്കണ്ട. ഞങ്ങൾ രണ്ടുപേരും ഇന്നു മുതൽ കാടിൻ്റെ അതിർത്തിയിൽ കാണും. അതെ, ആരെങ്കിലും ഇനി ഇവിടേക്ക് കയറുന്നത് ഞങ്ങൾ കണ്ടാൽ അങ്ങയെയോ മഹാരാജനെയോ വിവരം അറിയിക്കും. ഇത് തന്നെയാ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യം. ചെല്ലു, ഇപ്പോൾ തന്നെ ജോലി തുടങ്ങിക്കോ. ആ ദിവസത്തിന് ശേഷം ഢോലു ഭോലു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസത്തെ കാര്യമാണ്. ഢോലു ഭോലു കാട്ടിൽ അങ്ങറ്റം വരെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ അവരവിടെ കാണുന്നത് ഒരു ചെന്നായയും കുറുക്കനും. അവര് രണ്ടുപേരും അവരുടെ കാട്ടിലെ അല്ല. ഢോലു ഭോലു അപ്പൊ തന്നെ ഓടി അവരുടെ അടുത്തോട്ട് എത്തി. നിൽക്കവിടെ, ആരാ നിങ്ങൾ? ഢോലു പറഞ്ഞത് കേട്ട് കുറുക്കൻ തപ്പലോടെ പറഞ്ഞു, എൻ്റെ പേര് സീപ്പോന്ത. എന്റെ പേര് ലോമി എന്നാ. നിങ്ങളുടെ പേരിപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം ഇവിടുത്തെ മഹാരാജൻ്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ ഈ കാട്ടിലേക്ക് ഒരു മൃഗങ്ങളും പക്ഷികളും ഒന്നും കയറാൻ പാടില്ലെന്ന്. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രാജാവിനെ കാണണം. എന്നാ നമുക്ക് പോകാം. ഢോലു ഭോലു ചെന്നായും കുറുക്കനെയും സിംഹത്തിന്റെ കൂട്ടിലോട്ട് കൊണ്ടുപോയി. രാജൻ, ഇവർ നമ്മുടെ കാട്ടിലുള്ളതല്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവരെ രണ്ടുപേരെയും നമ്മുടെ അതിർത്തിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാ. ഢോലു ഭോലു പറഞ്ഞ കാര്യം കേട്ട് സിംഹം ദേഷ്യം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കെന്താ അറിയത്തില്ലേ? മറ്റു കാട്ടിലുള്ള ആർക്കും ഈ കാട്ടിലേക്ക് കയറാൻ അനുവാദമില്ലെന്ന്. സിംഹം പറഞ്ഞ കേട്ട് സീപ്പു പേടിച്ചു പറഞ്ഞു, ക്ഷമിക്കണം മഹാരാജൻ, ഞാൻ കേട്ടത് അവശരും വൃദ്ധരുമായിട്ടുള്ളവരെ ഈ കാട്ടിലേക്ക് കയറാൻ സമ്മതിക്കുമെന്നാ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് വളരെ ദയാലുവാണെന്ന്. അങ്ങയുടെ മനസ്സിന്റെ വലിപ്പം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത്. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വൃദ്ധരല്ലല്ലോ. ലോമി ഇത്രയും നേരം മിണ്ടാതിരുന്നവൾ മുഖസ്തുതി പറയുന്ന പോലെ പറഞ്ഞു, ഇത് സത്യമാണ് മഹാരാജൻ. ഞങ്ങൾ വയസ്സന്മാരല്ല. പക്ഷെ ഞങ്ങൾ പറയണത് വിശ്വസിക്കണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അസുഖമാ. കുറച്ചു ദിവസമായിട്ട് ഞങ്ങൾ ആഹാരം പോലും കഴിച്ചിട്ടില്ല. സിംഹം ഭയങ്കര പാവമായിരുന്നു. ഇത് കേട്ടപ്പോ അവന് സങ്കടം തോന്നി. ശരി, നിങ്ങൾക്ക് രണ്ടുപേർക്കും മരണം വരെ ഇവിടെ താമസിക്കാം. ഒരു കാര്യം ഓർക്കണം, ഈ കാട്ടിലെ നിയമത്തിനെതിരായി ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടുത്തെ നിയമം വ്യത്യസ്തമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല.
എങ്കിൽ പൊയ്ക്കോ. സീപ്പു ലോമി ആ കാട്ടിൽ ജീവിക്കാൻ തുടങ്ങി. അവര് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, കറങ്ങാനും തുടങ്ങി. ഒരു രാത്രി മാംസം കഴിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. അപ്പോഴാണ് അവരുടെ കണ്ണ് സിംഹത്തിന്റെ മേളിൽ പെട്ടത്. അദ്ദേഹം എവിടെയോ പോകുന്നു. ഇതാണ് നല്ല സമയം സീപ്പു, നമുക്ക് ഇദ്ദേഹത്തിന്റെ പുറകെ പോവാം. നീ പറഞ്ഞ സത്യമാ. കാട്ടിലെ സിംഹത്തിന്റെ പുറകെ രണ്ടുപേരും പോവാൻ തുടങ്ങി. കാട്ടിലെ സിംഹം ഒരു പഴയ ഗുഹയുടെ അടുത്ത് വന്നെത്തി. ആ ഗുഹയുടെ അകത്ത് രാത്രിയാണേലും നല്ല വെളിച്ചമുണ്ടായിരുന്നു. കാട്ടിലെ സിംഹം അവിടെ ഇവിടെ ഒന്ന് നോക്കി നേരെ ആ ഗുഹയുടെ അകത്തോട്ടങ്ങ് കേറി. സീപ്പുവും ലോമിയും ആരും കാണാതെ തന്നെ അകത്തോട്ടങ്ങ് പോയി. ആ ഗുഹയുടെ അകത്ത് ഒരു സുന്ദരമായ വജ്രമുണ്ടായിരുന്നു. അതിന്റെ നിറം വളരെ മിന്നിത്തിളങ്ങുകയായിരുന്നു. ഇതെന്താ, നല്ല തിളക്കമുള്ള വജ്രം പോലെ ഉണ്ടല്ലോ. പൊട്ട കുറുക്ക, അത് വജ്രമല്ല, ഒരു നാഗമണിയാണത്. ഇപ്പൊ മനസ്സിലായി ഈ കാട്ടിൽ വരൾച്ച എന്താ വരാത്തേന്ന്. നീ എന്താ പറഞ്ഞു വരുന്നേ? ഈ നാഗമാണിക്യം കൊണ്ടാണ് ഇവിടെ വരൾച്ച ഉണ്ടാകുന്നതെന്നാണോ? അതായത് ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നേ? പൊട്ട കുറുക്ക, എനിക്ക് മനസ്സിലാവാത്ത നമ്മുടെ കാട്ടിലെ രാജാവ് എന്തിനാ നിന്നെ ചാരപ്പണി ഏൽപ്പിച്ചെന്ന്. നമ്മൾ ഈ വെട്ടിത്തിളങ്ങുന്ന മണീനെ മോഷ്ടിക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ കാട്ടിലോട്ട് കൊണ്ടുപോകണം. ശരിക്കും പറഞ്ഞാൽ സീപ്പുവും ലോമിയും വേറെ കാട്ടിലെ ചാരന്മാരായിരുന്നു. അവിടത്തെ രാജാവ് എഡ്വേർഡ് സിംഹം സിംഹത്തിന്റെ ഈ ഒരു രഹസ്യം തന്നെ കണ്ടുപിടിക്കാനാണ് ഇവരെ വിട്ടത്. എന്തുകൊണ്ടാണ് സിംഹത്തിന്റെ കാട്ടിൽ വരൾച്ചയില്ലാത്തത്? ആ മണിയെ കണ്ടപ്പോ തന്നെ മനസ്സിലായി ആ മണിക്ക് എന്തോ ശക്തിയുണ്ടെന്ന്. ലോമി ഒരു ബുദ്ധിമതിയായ ചെന്നായായിരുന്നു. സിംഹം കുറച്ചു നേരം നാഗമണിയുടെ മുമ്പിലിരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോ പോയി. ലോമിയും സീപ്പുവും ആ നാഗമണിയെ മോഷ്ടിച്ചു. എന്നിട്ട് അവിടുന്ന് ഒറ്റയടിക്ക് സ്ഥലം വിട്ടു. അടുത്ത ദിവസം തൊട്ട് കാട്ടിലെ കാര്യങ്ങളൊക്കെ മാറിത്തുടങ്ങി. അങ്ങനെ കുറച്ചു ദിവസത്തിന് ശേഷം സിംഹത്തിന്റെ കാടും വരൾച്ചയിൽ എത്തിപ്പെട്ടു. കാട്ടിലെ എല്ലാ മൃഗങ്ങളും പേടിച്ചുപോയി. എല്ലാരും സിംഹത്തിന്റെ അടുത്ത് എത്തി. മഹാരാജൻ, അങ്ങ് പറഞ്ഞത് ഈ കാട്ടിൽ വരൾച്ച ഉണ്ടാവില്ലെന്നല്ലേ? പക്ഷെ നമ്മുടെ കാട്ടിൽ ഇപ്പോൾ വരൾച്ച വന്നു തുടങ്ങി. ഞാനും ഇതിനെക്കുറിച്ച് വളരെ ഉത്കണ്ഠനാണ്. പക്ഷേ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെല്ലാരും ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് സിംഹം ഓടി ആ പഴയ ഗുഹയുടെ അകത്തോട്ട് പോയി. അവൻ നോക്കിയപ്പോ അവിടെ മണി കാണുന്നില്ല. മണി കാണാതെ ആയപ്പോ സിംഹം വിഷമത്തോടെ സ്വന്തം ഗുഹയുടെ അവിടെ എത്തി. നമ്മുടെ കാട്ടിൽ നിന്നും വളരെ വിലയുള്ള ഒരു വസ്തു നഷ്ടപ്പെട്ടു, അതായത് മോഷ്ടിക്കപ്പെട്ടു. അതിന്റെ പിന്നിലെ രഹസ്യം എനിക്കേ അറിയൂ. മോഷണവും? പക്ഷേ നമ്മുടെ കാട്ടിൽ അതിന് വിലപിടിപ്പുള്ളതായിട്ട് എന്താ ഉള്ളത് മോഷ്ടിക്കാനായിട്ട് രഹസ്യമായി സൂക്ഷിക്കുന്നത്? നാഗരത്നം വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ. ഞാനൊരു പാമ്പിന്റെ ജീവൻ മനുഷ്യരിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ ആ പാമ്പ് ഒരു സമ്മാനമായിട്ട് നാഗമാണിക്യം എനിക്ക് തന്നു. ആ പാമ്പ് പറഞ്ഞു, ഈ നാഗമാണിക്യം നഷ്ടപ്പെടാതെ നമ്മുടെ ഈ കാട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഈ കാട്ടിന് ഒരിക്കലും ഒരു ആപത്തുണ്ടാകില്ലെന്ന്. ഞാൻ ആ നാഗമാണിക്യം നമ്മുടെ ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ചു. ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ അത് കാണാനില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഢോലുവിന്റെ അനിയൻ ഭോലു പറഞ്ഞു, മഹാരാജൻ, അടുത്ത കാട്ടിൽ നിന്നും വന്ന സീപ്പുവും ലോമിയും അവരെ രാവിലെ തൊട്ട് കാണാനില്ല. ഇനി എങ്ങാനും അവരിവിടേക്ക് ചാരന്മാരായിട്ട് വല്ലതും വന്നതാണോ? ഇനി അവരെങ്ങാനുമാണോ മോഷ്ടിച്ചോണ്ട് പോയത്? സിംഹം വിഷമത്തോടെ പറഞ്ഞു, ആ പാമ്പ് എല്ലാ മാസവും ഇവിടെ നാഗമാണിക്യം കാണാൻ വരും. ഇനിയത്തെ പ്രാവശ്യം ഇവിടെ കാണാൻ വന്നാൽ ഞാൻ ഇനി അദ്ദേഹത്തെ എങ്ങനെ കാണിക്കും? സിംഹം ഇത്രയും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവിടെ ആഗ്രഹം തീർക്കുന്ന നാഗം പാതി മനുഷ്യൻ പാതി നാഗത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് കാട്ടിലെ മഹാരാജൻ?
എന്താണ് പറ്റിയത്? എന്താണ് അങ്ങ് വിഷമിച്ചിരിക്കുന്നത്? എന്ത് കാര്യമാണേലും പറയൂ. സിംഗ് സിംഗം കാര്യങ്ങളൊക്കെ പറഞ്ഞു. സിംഗ് സിംഗം പറഞ്ഞ കാര്യം കേട്ട് ആഗ്രഹം തീർക്കുന്ന നാഗം ചിരിച്ച് സിംഗ് സിംഗത്തിനെ നോക്കി പറഞ്ഞു, വിഷമിക്കേണ്ട കാട്ടിലെ മഹാരാജൻ. സംഭവിച്ച കാര്യങ്ങൾ അങ്ങയുടെ കുറ്റമല്ല. അങ്ങ് ദയവ് കൊണ്ട് അവരെ സഹായിക്കാൻ നോക്കി. പക്ഷെ അവരത് മോഷ്ടിച്ചുകൊണ്ടുപോയി. നാഗമാണിക്യം കുറച്ച് സമയത്തിനുള്ളിൽ അങ്ങയുടെ അടുത്തേക്ക് വരും. ആഗ്രഹം തീർക്കുന്ന നാഗം ഇത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കാട്ടിലെ രാജാവ് എഡ്വേർഡ് സിംഹം ചാരന്മാരായ ലോമിയും സീപ്പുവിന്റെ കൂടെ ദേഷ്യത്തോടെ അവിടേക്ക് വന്നു. എഡ്വേർഡ് നാഗമണി സിംഹിന്റെ മുമ്പിലിട്ടു. ഈ നശിച്ച നാഗമാണിക്യം അങ്ങയുടെ അടുത്ത് തന്നെ ഇരിക്കട്ടെ. കാരണം ഇത് എൻ്റെ നാട്ടിൽ വന്ന ഉടനെ നാട് നശിച്ചു തുടങ്ങി. അത് ശരി, നിന്റെ പണിയായിരുന്നു ഇത്. ഇതിവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയിട്ട് വീണ്ടും ഇവിടെ തിരിച്ചു വന്നിട്ട് വാചം അടിക്കുന്നോ? ഞാൻ അറിഞ്ഞു, ഈ നാഗമാണിക്യം നിന്റെ കയ്യിലിരിക്കുന്ന കാലത്തോളം നിന്റെ നാട്ടിൽ ആപത്തൊന്നും ഉണ്ടാകില്ലെന്ന്. ഇവർ രണ്ടുപേരും കൂടെ മോഷ്ടിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നു. അന്ന് തന്നെ എൻ്റെ കാട്ടിലുള്ള ഒരു മൃഗം മരിക്കുകയും ചെയ്തു. മൂഢനായ രാജ, ഈ മാണിക്യത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ആരെങ്കിലും ഇത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവരുടെ നാശം ഉറപ്പാണ്. ആഗ്രഹം തീർക്കുന്ന നാഗം സിംഗ് സിംഹത്തിന്റെ അടുത്ത് പറഞ്ഞു. ഈ നാഗമാണിക്യം അങ്ങ് സൂക്ഷിക്കൂ. സിംഗ് സിംഹം ആ നാഗമണി കയ്യിലെടുത്തപ്പോഴേക്കും പെട്ടെന്ന് എഡ്വേർഡും ലോമിയും സീപ്പുവിന്റെ ദേഹത്ത് തീ കത്താൻ തുടങ്ങി. അവര് മൂന്നുപേരും കത്തിച്ചാമ്പലായി. ഇന്നു മുതൽ ഈ നാഗമാണിക്യം അങ്ങേക്കുള്ളതാണ്. അങ്ങേക്ക് മാത്രമുള്ളതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആഗ്രഹം തീർക്കുന്ന നാഗം അവിടുന്ന് പോയി. ആ ദിവസത്തിന് ശേഷം സിംഗ് സിംഹത്തിന്റെ കാട് വീണ്ടും പച്ചപ്പ് നിറഞ്ഞതായി. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി.